എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീരച്ചേമ്പ് തോരനാണ്. അതിന് വേണ്ടി ചീരയുടെ തട വേണ്ട ഇങ്ങനെ അതിൻ്റെ പുറത്തുള്ള തൊലി ഇങ്ങനെ എടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിൻ്റെ ഇലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. വാ കടിക്കുന്നതല്ല, സാമ്പാർ ചേമ്പാണെങ്കിൽ നമുക്ക് വാ കടിക്കും. അതുകൊണ്ട് ഇതിൽ പുളി ചേർക്കണ്ട. ഈ തോരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു അരമുറി തേങ്ങ, കാന്താരി മുളക് ഒരു 4-5 എണ്ണം, വെളുത്തുള്ളി ഒരു 4 കഷ്ണം, മഞ്ഞൾപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പൊന്ന് ചൂടാവട്ടെ. അരപ്പിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഈ തണ്ട് വാരി അരിഞ്ഞ തണ്ടിടാം. ഇതിലേക്ക് ഇല കൂടി ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. അടപ്പൊന്ന് മാറ്റി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വേകുന്ന സാധനമാണ്, നല്ല പോഷക ഗുണമുള്ളതാണ്. കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കുന്നതാണ് പച്ചക്കറികൾ. ഇതിൻ്റെ ഈ തവിയുടെ മൂട് കൊണ്ടുപോകണമെങ്കിലും നമുക്ക് ഇളക്കാം. സ്വല്പ നേരവും കൂടെ മൂടി വയ്ക്കാം. ചീരത്തോരൻ ഇവിടെ റെഡിയായി. കിട്ടുന്നവർ ചെയ്ത് നോക്കണം. നല്ല പോഷകമുള്ളതാണ്. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം.